ഹല്ലേലൂയ സമ്മേളനമാണ്. ഹല്ലേലൂയ പറയാൻ മടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂളിൻ്റെ ഷാരോൺ സൺഡേ സ്കൂളിൻ്റെ 26ാമത് സമ്മേളനത്തിൽ എനിക്ക് പങ്കുകൊള്ളുവാൻ ദൈവം ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ആർ ഫ്രാൻസിസ് പാസ്റ്റർ അവരോട്, അദ്ദേഹം ഇതിൻ്റെ പ്രസിഡൻ്റാണല്ലോ, എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ബഹുമാനിക്കുന്നു. എം എ വൈസ് പാസ്റ്ററുമായിട്ട് ദീർഘവർഷത്തെ ബന്ധമുണ്ട്. എബ്രഹാം തോമസ് പാസ്റ്റർ മറ്റു തുടങ്ങിയ പാസ്റ്റർമാരെ എല്ലാം ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഇരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സ് നമ്മുടെ മധ്യ ഇറങ്ങണം. ഇത് ഈ സൗത്ത് കേരളയിൽ, തെക്കേ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാന സമ്മേളനമാണ്. ഒരു കുറഞ്ഞത് 400-500 ഇടയ്ക്ക് ആളുകൾ, ഒരുപക്ഷെ അത് കൂടുതൽ പേരുടെ സംബന്ധിക്കുന്നുണ്ട്. 4 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ഈ യോഗത്തിൻ്റെ VIPs, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. ആ മഞ്ഞുടുപ്പിരിക്കുന്ന കുഞ്ഞു തുടങ്ങി എല്ലാ കുഞ്ഞുങ്ങളും ഈ യോഗത്തിലെ ഏറ്റവും മുഖ്യ പ്രാസംഗികത്തിനേക്കാൾ വലിയ പ്രാധാന്യം അവർക്കാണ്. കാരണം അവരാണ് ഭാവിയിലെ പില്ലേഴ്സ്, ഭാവിയിലെ സഭയുടെ നെടുത്തൂണുകൾ. ഇന്ന് അവർ ചില മാറ്റങ്ങളുണ്ടാകും. രണ്ടാമത്, ഞാൻ അധ്യാപകർക്ക് തന്നെ കൊടുക്കുകയാണ്. വേതനം വാങ്ങിക്കാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന അധ്യാപകരെ സ്വാഗതം ചെയ്യുന്നു. അധ്യാപകർ മാത്രം, സഹോദരന്മാരും സഹോദരിമാരും ഒന്ന് കൈവക്കിയിട്ട് അധ്യാപകർ ഈ ദേശത്തിൻ്റെ സമ്പത്താണ് അവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ടേ. റോബർട്ട് റൈറ്റ്സ് സൺഡേ സ്കൂൾ തുടങ്ങിയപ്പോൾ ആദ്യത്തെയാണോ രണ്ടാമത്തെ അധ്യാപികയ്ക്ക് ഒരു ചെറിയ ശമ്പളം കൊടുത്തത്, £1 അവൻ്റെ കൊടുത്തത്. പിന്നെ അത് നിർത്തി, പിന്നെ ഫ്രീ ആയി മാറി. എനിവേ, അധ്യാപകർക്ക് പ്രതിഫലം സ്വർഗത്തിലുമുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയിലുണ്ട്. ഭൂമിയിൽ വെച്ചാൽ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഭാരതത്തിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവകൃപയിൽ നിൽക്കുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ അതേ പ്രതിഫലം. അവരെ വെറും സ്വർഗത്തിൽ പോകുക മാത്രമല്ല, അവർ ഭൂമിയിൽ തന്നെ നല്ല പൗരന്മാരായി, ആരെ ഉപദ്രവിക്കാത്തവർ, ശ്രേഷ്ഠരായി കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണുനിറയും, ദൈവത്തോട് നന്ദി പറയും. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ലോകജ്ഞാനഭാഗത്ത് ചിലപ്പോൾ ചില മിടുക്കന്മാരെന്ന് പറയും, സാറിൻ്റെ പ്രസംഗം തിരിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, സാറിൻ്റെ പ്രസംഗം തിരിച്ചാണ് ഞാൻ വേലയ്ക്ക് സമർപ്പിച്ചത്, ഇപ്പോൾ ഞാൻ ഒരു വലിയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ഒരു മിഷണറി വീരനായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ICPന്റെ ശമ്പളം വലിയ ശമ്പളമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതാണ് ശമ്പളം. നമ്മുടെ പ്രതിഫലം, നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. മൂന്നാമത്, ഈ ലോകത്തിൽ അതിപ്രധാനമായ ഒരു ഗ്രൂപ്പുണ്ട്, അത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ വിചാരിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾ സൺഡേ സ്കൂളിൽ പോവുകയുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട എം എ വൈസ് പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ അടിവരയിടുന്നു. എൻ്റെ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ IAS കോച്ചിങ്ങിൽ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വിടുന്നതിനെതിരില്ല, സൺഡേ സ്കൂളിൽ വിട്ടിരിക്കണം. എൻട്രൻസിൻ്റെ, മെഡിക്കൽ എൻട്രൻസോ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സൺഡേ സ്കൂളിൽ വിട്ടിരിക്കുകയാണെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കും. എനിക്ക് എൻ്റെ അനുഭവത്തെ എനിക്ക് പറയാം. ഞാൻ CSIയിലായിരുന്നപ്പോഴും സൺഡേ സ്കൂൾ മുടക്കിയിട്ടില്ല. അതിന് ഫലമായി എനിക്കൊരു നഷ്ടം ഉണ്ടായില്ല. MA വരെ നല്ല മാർക്കോടി പാസ്സായി, ഒരു ക്ലാസ്സും തോറ്റില്ല. MAക്ക് എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പനമ്പള്ളി ഗോവിന്ദ മേനോൻ കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് എനിക്ക് സമ്മാനം കിട്ടി, ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് എന്ന നിലയിൽ. തുടർന്ന് 50 വയസ്സായപ്പോൾ ഞാൻ MD പാസ്സായി, 55 വയസ്സായപ്പോൾ MGH പാസ്സായി, 60 വയസ്സായപ്പോൾ PhD പാസ്സായി. എന്താ പോലെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം, ദൈവത്തെ പിൻപറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പിന്നെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്, അവരെ ഞാൻ മറക്കുന്നില്ല. അവരെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഫോഴ്സാണ്, ശക്തിയാണ്. ദൈവദാസന്മാർ, ഫോഴ്സ്, ഏറ്റവും വലിയ ശക്തി. ഒരു നല്ല പെന്തിക്കോസ് പാസ്റ്റർ എന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും വലിയ ശക്തിയാണ്.
അത് നല്ല പവർഫുൾ ദൈവകൃപയുള്ള വിശുദ്ധിയുള്ള ഒരു പാസ്റ്റർ എന്ന് പറയാൻ ആരാണ്? മൻമോഹൻ സിംഗ് ഇപ്പോൾ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. മൻമോഹൻ സിംഗിനേക്കാൾ വലിയൊരു മനുഷ്യനാണ് ഒരു ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന ഒരു ദൈവദാസൻ. കാരണം മൻമോഹൻ സിംഗ് ഇസ് എ ഗ്രേറ്റ് മാൻ. ഒത്തിരി PhD ഒക്കെ ഉള്ള ആളാണ്, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്, വളരെ താഴ്മയുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്. കൊല്ലത്ത് ഞങ്ങളുടെ കോളേജ് വന്നപ്പോൾ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്. വളരെ താഴ്മയുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ദൂതില്ല. നമുക്കൊരു ദൂതുണ്ട്, ദൈവദാസന്മാർക്കൊരു ദൂതുണ്ട്. We have a message. We have a song. We have a story to tell. We have a redeemer. നമുക്കൊരു വീട്ടിൽ പോകാനുണ്ട്. മൻമോഹൻ സിംഗിന് പോലും ആ ഭാഗ്യമില്ല. അദ്ദേഹം ഗ്രേറ്റ് മാനാണ്, വലിയ മനുഷ്യനാണ്. പക്ഷേ ഒരു ദൈവദാസന്, ഒരു ദൈവ വൈതലിന്, ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിക്ക് പാടുവാനൊരു പ്രത്യേക പാട്ടുണ്ട്. അത് സിനിമ പാട്ടല്ല, കുഞ്ഞാലിന്റെ പാട്ട്, സ്വർഗീയ ഗാനം, വീണ്ടെടുപ്പിന്റെ ഗാനം. ഒരാൾ മരിച്ചു കിടക്കുന്നു, ഞാൻ മലമ്പുഴയ്ക്ക്, ഒരാൾ മരിച്ചു കിടക്കുന്നു, ഭാര്യ ദുഃഖിച്ചിരിക്കുന്നു. നമ്മുടെ സിനിമ പാട്ടുണ്ടായിട്ടുണ്ട്, അതിന് വിലയില്ല. ഇന്ന് പിള്ളേരുടെ സിനിമ പാട്ടിന്റെ ജീവനാണ്. സിനിമ പാട്ട് നമ്മളെ നിത്യതയിൽ കൊണ്ട് എത്തിക്കത്തില്ല. പലപ്പോഴും സിനിമ പാട്ടുകൾ നമ്മളെ പാപത്തിലേക്കാണ് നയിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാട്ടുകൾ. പ്രിയപ്പെട്ടവരെ, മൂല്യത്തിന് വില കൊടുക്കണം, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ 4 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ട്. ഈ 4 പേർക്ക് ഒരുപോലെ പ്രയോജനമുള്ള രീതിയിൽ സംസാരിക്കാൻ ദൈവം കൃപ തരുന്നുണ്ട് എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സൺഡേ സ്കൂളാണല്ലോ, ചിൽഡ്രൻ ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, മറക്കരുത്. മലയാളത്തിൽ 127 സങ്കീർത്തനം 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഞാനിത് പറയാൻ കാരണം, ചിലപ്പോൾ ചില ആമ്പിള്ളേർ ചില അമ്മമാർ പറയും, ഓ എൻ്റെ മോൻ അവനൊരു തലവേദന. പാസ്റ്റർ തലവേദന ആയിരിക്കാം, പക്ഷെ ദൈവം പറയുന്ന തലവേദനയെന്നല്ല. പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കൊരു പക്ഷെ അല്പം കുരുത്തക്കെട്ടൊരു മോനുണ്ടായിരിക്കാം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ കുരുത്തക്കെട്ട മോനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ജീവിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനെ കുറിച്ച് ഒരു അമ്മ പറഞ്ഞു, കുരുത്തക്കേടും അക്രമവും സഹിക്കവയ്യാഞ്ഞ് അവരറിയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച എൻ്റെ മോനെ ഒരു ലോറി ഇടിച്ച് അവൻ ചത്താനും വേണ്ടിയില്ല എന്ന് പ്രാർത്ഥിച്ചു പോയി. നടന്ന സംഭവമാണ്. പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും. എന്നാൽ ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. പേശോ അമ്മ പിന്നീട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചു, ദൈവം രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും കുഞ്ഞ് അല്പ കുരുത്തക്കേടോ വഴിതെറ്റിയോ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ദുഃഖിക്കരുത്, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവൻ ഉറങ്ങി കിടക്കുമ്പോൾ നിങ്ങളെ ചൂട് കണ്ണുനീർ ആ മകന്റെ ദേഹത്ത് വീഴട്ടെ. നിങ്ങളുടെ മകൻ അലസനാണെങ്കിൽ അവനുവേണ്ടി പ്രാർത്ഥിക്കുക. പല മാതാക്കളും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ 7 മണിയായാലും ഉണരത്തില്ല, 8 മണിയായാലും ഉണരത്തില്ല. ശരിയായി, റിയൽ പ്രോബ്ലമാണ്, അലസത. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക, അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. early to bed, early to rise. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഭാര്യമാരും ദൈവത്തിൻ്റെ ദാനം, ഭർത്താക്കന്മാരും തലവേദനയല്ല, എന്താണ് ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭാര്യ നോക്കി പറയണം, മകളെ നീ ദൈവം എനിക്കുന്ന ദാനമാണ്, മോനെ നീ ദൈവം എനിക്കുന്ന ദാനമാണ്. എനിക്ക് ആദ്യം പറയാനുള്ളതാണ്. രണ്ടാമത്, കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിലാണ് ഞാൻ PhD എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അല്പം ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഒരു കുഞ്ഞിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ജനിച്ചു കഴിഞ്ഞ് പോലും അല്ല, ജനിക്കുന്ന മുമ്പാണ്. ഫീറ്റസ് എന്ന് പറയുന്നത് വയറ്റിൽ കിടക്കുന്ന ആ അവസ്ഥ മലയാളത്തിൽ എന്ന് പറയുന്നത് ഫീറ്റസ്, ഗർഭശിശു. 9 മാസവും 9 ദിവസവും തോന്നുന്നല്ലേ വയറ്റിൽ കിടക്കുന്നത്. എന്നാൽ എൻ്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട് 9 ദിവസവും 9 മാസം 9 ദിവസം എന്ന് പറഞ്ഞ് എനിക്ക് സംശയം 10 ദിവസമാണോ എനിക്ക് അറിഞ്ഞൂടാ. ഭാര്യ തെറ്റിച്ച് പറഞ്ഞതെന്ന് വിചാരിക്കണം. എനിവേ 9 മാസവും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞ് പുറത്തു വരുന്നു. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൈ വയറ്റിൽ വെച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലർ പറയുന്നത് ഗർഭസമയത്ത്
സിനിമയൊക്കെ കാണുമ്പം കുഞ്ഞിന് വലിയ സന്തോഷം കിട്ടുമെന്ന്. അപകടമാണ്. നിങ്ങൾ സ്റ്റണ്ടൊക്കെ കാണുകയാണെങ്കിൽ കുഞ്ഞ് പുറത്തു വന്ന് സ്റ്റണ്ട് കാണിക്കും. വൃത്തിയേറ്റ സിനിമകൾ കാണുകയാണെങ്കിൽ അവരും പുറത്തു വന്ന് പെമ്പിളേരെ ഉപദ്രവിക്കുന്നവനായി മാറും. അതുകൊണ്ട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആ എലിസബത്തിനെ പോലെ മറിയെ പോലെ അതേ ഭക്തിയോടെ ജീവിക്കുന്ന അമ്മമാരുടെ വയറ്റിൽ നിന്ന് വരുന്ന കുഞ്ഞ് അവൻ ദിവ്യ പൈതലായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, മോശയാക്കിയത് ആ പാൽ കുടിക്കുന്ന സമയത്ത്, പാൽ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഫറവന്റെ മോള് ശമ്പളം കൊടുത്തിരുന്നു. ആ സമയത്ത് ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ആ പാലിനോടൊപ്പം ആ മാതാവ് അമ്രയും യോഖാബോധും അവരെ മാതാപിതാക്കൾ ആ കുഞ്ഞിന് പാലിനോടൊപ്പം ഈ മിൽമ പാലല്ലേ മുലപ്പാലിന് അപ്പുറമായി അവർ സ്വർഗീയ പാല്, വചനമെന്ന മായമില്ലാത്ത പാല് മോശയ്ക്ക് കൊടുത്തതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ നേതാവായി അവൻ തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെയധികം രോമാഞ്ചപ്പെടുന്ന ഒരു ചിന്തയാണ്. മോശയാക്കിയത് അവരുടെ മാതാപിതാക്കളാണ്. നിങ്ങൾ വിചാരിക്കും മിസ്രൈമിന്റെ ജ്ഞാനമാണ്. ഇല്ല, മിസ്രൈമിന്റെ ജ്ഞാനം എല്ലാം പ്രാപിച്ചു കഴിഞ്ഞ് ഒരാളെ അടിച്ച് കൊല്ലുകയായി. പിന്നീട് ആ ആടുകളുടെ ജീവിച്ചു. അമ്മായിപ്പൻ്റെ ഇത്രോട് ആടുകളുടെ മധ്യയെ വെച്ചാണ് അവനെ ദൈവം സൗമ്യനാക്കി തീർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ നമ്പർ 1 ഫീറ്റസ്, ഗർഭ ശിശു. അവിടെ വെച്ച് തന്നെ അവൻ ആത്മാവിൽ നിറയുവാൻ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ പ്രാർത്ഥന പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാവ്, അമ്മമാര് മാത്രമല്ല, മാതാവും പിതാവും കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. സമയം പാസ്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം സ്പീഡിൽ പോട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അത് കഴിഞ്ഞ് ആദ്യത്തെ 3 സൺഡേ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ്, സൺഡേ സ്കൂളിൽ പ്രവേശിക്കാൻ പോയാ പറയാം, ആദ്യത്തെ 3 വർഷം പലരും വിചാരിക്കുന്നത് പൊട്ട കുഞ്ഞ് അവനൊന്നും അറിയത്തില്ല. എല്ലാം അറിയാം, എല്ലാം ഗ്രഹിക്കുന്നു. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ഒരു കുഞ്ഞിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നു. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, യുവലോകർ അവലോകനം. അതിനകത്ത് ഞാൻ എഴുതിയൊരു വാചകം, ഒരു വലിയ മനുഷ്യൻ്റെ വാചകം കോട്ട് ചെയ്തിട്ടുണ്ട്. Give me a child before 3, I can make him a doctor or a missionary or a robber or a terrorist. ഒരു കുഞ്ഞിനെ 3 വയസ്സ് മുമ്പ് എൻ്റെ കൈ തരിക, ഞാൻ അവനെ ഒരു മിഷണറിയാക്കാം, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനാക്കാം, അല്ലെങ്കിൽ ഒരു ഭീകരനാക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാം. അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്? ആദ്യത്തെ 3 വർഷം വളരെ പ്രധാനം. ആവശ്യമില്ല കുഞ്ഞിനോട് ദേഷ്യപ്പെടരുത്. 3 വയസ്സ് പോലും ദേഹാത്ത കുഞ്ഞിനെ വടിയെടുത്ത് ആഞ്ഞടിക്കരുത്. ചെറിയ ശിക്ഷണമൊക്കെ കൊടുക്കാം. ഞാനെന്ന് വെച്ചാൽ ഞാനും കുറച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കിയത് വാസ്തവത്തിൽ എൻ്റെ മക്കളെ നിന്നല്ല, എൻ്റെ കൊച്ചുമക്കളെ. എനിക്ക് 3 മക്കളും 5 കൊച്ചുമക്കളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കൊച്ചുമോനുണ്ട് വീട്ടിൽ. ഇപ്പോൾ ഇല്ല, വീട്ടിൽ. അവനെ ഇന്നലെ 7 മാസം, ഞാൻ 7 മാസമായി. എന്ത് രസമാണ്. ഇച്ചിരി പ്രയാസമാണ് വളർത്തുന്നത്. ആണിൻ്റെ എല്ലാ കൃത്യങ്ങളും ഉണ്ട്. പക്ഷേ അവനെല്ലാം ഗ്രഹിക്കുന്നു കേട്ടോ. അവൻ ഏറ്റവും മനസ്സിലാകുന്ന ഭാഷ സ്നേഹമാണ്. ഞാൻ അവനോട് ഭയങ്കര സ്നേഹം, പല കാര്യങ്ങൾ പറയും. ഈ പ്രസംഗിക്കുന്ന പോലെ അവനോട് പ്രസംഗിക്കുക തന്നെ ചെയ്യും. എല്ലാം കുറേയൊക്കെ അവൻ മനസ്സിലാകുന്നു. പക്ഷെ അവൻ ഏറ്റവും മനസ്സിലാകുന്ന ഭാഷ എന്താണെന്ന് അറിയാം? സ്നേഹം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ 3 മാസം ആ കുഞ്ഞുങ്ങളെ സ്നേഹം. ചിലർ പാൽ കൊടുക്കുന്നവരുണ്ട്. പാൽ കഴിക്കുമ്പോൾ പത്രവും വായിക്കും, കുഞ്ഞിന് പാൽ കൊടുക്കും. ടിവിയും കാണും, കുഞ്ഞിന് പാൽ കൊടുക്കും. കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, കൊടുക്കരുത്. പാൽ കൊടുക്കുമ്പം ആ കുഞ്ഞെ തന്നെ നോക്കുക. ഞാൻ ഉദാഹരണം പറയേണ്ട കാര്യമില്ലെങ്കിൽ പറയുക. എനിക്ക് തലോടുകയും സ്നേഹിക്കുകയും അവനെ കുടിച്ചോ എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം വികസിക്കും. അവനൊരു പ്രധാനമന്ത്രി, അവനൊരു സൂപ്രണ്ട്, അവനൊരു സെൻട്രൽ പോസ്റ്റ്, അവനൊരു അഖില ലോക പെന്തക്കോസ്റ്റ് നേതാവ് എഴുന്നേൽക്കുകയാണ്. പാൽ കുടിക്കുമ്പോൾ തുടങ്ങിയാണ് അവൻ്റെ നേതൃത്വം. അല്ലാതെ ചില പിശാച് പോലുള്ള സ്ത്രീകളുണ്ട്, കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോലും അറിയത്തില്ല. അതേസമയം നല്ല അമ്മമാരെ എനിക്കറിയാം. ഉള്ളു പറയണമല്ലോ. ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്, എന്തെല്ലാം ദ്രോഹങ്ങളും അക്രമങ്ങളും നടക്കുന്നു. ഓർത്തോളം. ഒരിക്കലും ഒരു ബിഷപ്പ് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നത്. നമുക്ക് അറിയാവുന്ന ബിഷപ്പ്, മർത്തമേല വലിയ ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ ബാക്കിൽ കുറേ ചെറുപ്പക്കാരെടുത്ത് കൂവി.
അപ്പോഴ് അദ്ദേഹം പറഞ്ഞു, മക്കളെ, നിങ്ങൾ ആരും അമ്മയുടെ പാലം കുടിച്ചല്ലേ വളർന്നത്, എരുമയുടെ പാലം കുടിച്ചാണോ വളർന്നതെന്ന് ചോദിച്ചു. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പറയുന്നത് അമ്മയുടെ പാല് കുറഞ്ഞത് 7 മാസം നമ്മൾ കൊടുക്കണം. BSc നേഴ്സൊക്കെ പാസ്സായ ജോലി, ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുന്നവർ ചിലപ്പോൾ 3 മാസം 4 മാസം കഴിഞ്ഞ് അമ്മയെ ഗ്രാൻഡ് പേരൻസിനെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പോവും. 4 മാസമൊക്കെ പാല് കൊടുക്കത്തുള്ളൂ. അതിൻ്റെതായ ക്ഷീണങ്ങളാണ്. പണ്ടൊക്കെ 2 വയസ്സ് വരെയൊക്കെ എൻ്റെ മക്കൾ പെൺമക്കൾ ഒക്കെ 1-2 വയസ്സ് വരെ പാൽ കൊടുത്താക്കി കേട്ടിട്ടുള്ളൂ. ഞാൻ 4 വയസ്സ് വരെ കുടിച്ചതാണ് കേട്ടിരിക്കുന്നത്. അന്നത്തെ കാലമല്ലേ. അതിൻ്റെ ഗുണങ്ങളെല്ലാം എനിക്ക് മുമ്പ് കേട്ടു. എൻ്റെ മൂത്ത ജ്യേഷ്ഠന് പാല് കിട്ടിയില്ല, അമ്മയ്ക്ക് പാലില്ലായിരുന്നു. അതുകൊണ്ട് ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, രക്ഷിക്കപ്പെടും കേട്ടോ, എന്തെങ്കിലും രക്ഷിക്കപ്പെടും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കുടിലാണ് താമസിക്കുന്നെങ്കിലും ആ കുടിലിനെ കൊട്ടാരമാക്കുന്ന നമ്മുടെ പെരുമാറ്റം. ഹല്ലേലൂയ. ഞാനൊരു കുടിലാണ് ജനിച്ചത്. ഞാൻ MA വരെ മണ്ണെണ്ണ നടക്കുന്ന ബിരുദമാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് പാരമ്പര്യത്തോട് പറയാം. പക്ഷേ യേശു എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ജബ്സെ പ്യാര ഈശുവായ മേരാ ജീവൻ ബദൽ ഗയ. എൻ്റെ 10ാമത്തെ വയസ്സൊക്കെ വൈകിപ്പോയി. യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ കുടിലിൽ കൊട്ടാരം പോലെ തോന്നി. യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട് കൊട്ടാരമാണ്. ഞാൻ അന്നും ഇന്നും റോട്ടിൽ കൂടെ നടക്കുന്നത് വളരെ വിമാനത്തിലുണ്ട്. ആ ബാഗുപാട്ട് പോകുന്നത് മൻമോഹൻ സിംഗ് കിടക്കുന്ന ഗമയിൽ തന്നെ ഞാൻ നടക്കുന്നത്. എന്തിനു പറയണം പ്രിയപ്പെട്ടവരെ? യേശു രാജാതി രാജാവായ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം വളരെ അഭിമാനത്തോടെ തന്നെ പോവുക. പൈസ പോക്കറ്റിലുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രാജാതി രാജാവിന്റെ മക്കൾ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സോ 1 to 3 is very very important. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ട് കാണും, എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. 1 വയസ്സ് 3 വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ പേഴ്സണാലിറ്റി പലതും കഴിയും. ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞോട്ടെ. യൂണിവേഴ്സിറ്റി പോകുന്നതിന് മുമ്പ്, ഹൈസ്കൂളിൽ പോകുന്നതിന് മുമ്പ്, എന്തിനു പറയുന്നത് ലോവർ പ്രൈമറി സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, എന്തിനു പറയുന്നത് സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, എവിടെയാണ് കുഞ്ഞുങ്ങളുടെ യൂണിവേഴ്സിറ്റി സൺഡേ സ്കൂളും എല്ലാം? ആർക്ക് പറയാം? അമ്മയുടെ മടിയില്ല, അപ്പൻ്റെ മടിയിലും ആകാം. ചിലപ്പന്മാർക്ക് കുഞ്ഞുങ്ങളെ പതിനൊന്നും പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല. കുറേ രൂപ കൊണ്ട് കൊടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇല്ല, കുഞ്ഞുങ്ങളെ അപ്പന്മാർ സ്നേഹിക്ക് പതിനും പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. എങ്കിലും നിങ്ങൾ അമ്മമാർക്ക് വേണ്ടി ഞാൻ പറയണം, പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ അമ്മമാർക്ക് പ്രത്യേക കഴിവാണ്. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ദാനിയേലിൻ്റെ കഥയും യോസഫിൻ്റെ കഥയൊക്കെ കൊച്ചിലേ പറഞ്ഞു കൊടുക്കണം. 3 വയസ്സിന് മുമ്പ് തന്നെ നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. വാക്യങ്ങൾ യേശു കണ്ണുനീർ വാർത്തു, അവിടെ നിന്ന് തുടങ്ങാം. യഹോവയുടെ ഇടയനാകുന്നു തുടങ്ങാം. കുഞ്ഞുങ്ങൾ വായി അതുകൊണ്ട് നിറയട്ടെ. അല്ലെങ്കിൽ യേശുദാസും അല്ലെങ്കിൽ അമിതാഭ് ബച്ചനും അവരുടെ എല്ലാം പാട്ടുകളും അതും ചപ്പും ചവറും ഒക്കെ അവരുടെ വായിൽ കയറി വന്ന് അതെ അവർ വേറൊരു രൂപമായി മാറും, വേറൊരു മനുഷ്യനായി മാറും, ദൈവകൃപയില്ലാത്ത വ്യക്തിയായി തീരും. ദൈവകൃപയാണ് ഏറ്റവും പ്രധാനം. ഭൂമിയിൽ ഏറ്റവും പ്രധാനമാണ് ദൈവകൃപ. പ്രീസലോ. അതുകൊണ്ട് അമ്മയുടെ മടി ഈസ് എ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയേക്കാളൊക്കെ പ്രധാനമാണ്. ഹാർവാർഡും ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എല്ലാം മാറിയിരിക്കണം ഒരു നല്ല അമ്മയുടെ മടി. ജോൺ വെസ്ലിയുടെ അമ്മ അല്ലെങ്കിൽ സൂസന്ന വെസ്ലിക്ക് 19 മക്കളുണ്ടായിരുന്നു. ഒരു ഭർത്താവിൽ 19 മക്കളുണ്ടായിരുന്നു. പഴയ കാലമാണ്. DL മോഡിയുടെ അമ്മയ്ക്ക് 16 മക്കളിലൊന്നായിരുന്നു DL മോഡി. ഓർക്കണം, 19 മക്കളുണ്ടായിട്ടും ഈ 19 മക്കളെയും വളരെ അച്ചടക്കത്തോടെ വളർത്തിയെടുത്തു. അതിൻ്റെ ഫലമായി 19 മക്കൾ, 2 മക്കൾ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി ലോകപ്രസിദ്ധരായ സുവിശേഷകരായി മാറി. ഇംഗ്ലണ്ടിൽ രക്തരൂക്ഷിതമായ വിപ്ലവം മാറ്റുവാൻ ഫ്രാൻസിൽ നടന്ന പോലെ രക്തരൂക്ഷിതമായ വിപ്ലവം ഇംഗ്ലണ്ടിൽ നടക്കണ്ടായിരുന്നു. ജോൺ വെസ്ലിയുടെ സുവിശേഷ പ്രസംഗം കൊണ്ട് ആ രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായി. ക്രിസ്തുവോ. ഹല്ലേലൂയ. സൂസന്ന വെസ്ലി എന്ന മാതാവ് ലോകത്തിൻ്റെ മാതൃകയാണ്. ഇവിടെ 19 പോയിട്ട് 1.5 കുട്ടികൾ അല്ലെങ്കിൽ 2 കുട്ടികളുള്ള വീട്ടിൽ തന്നെ സമയമില്ലെന്ന് അമ്മമാർ പറയുന്നത്. ഒന്നിനും സമയമില്ലെന്ന്. സമയം ദൈവം തരും. സമയത്തെ നിങ്ങൾ കണ്ടെത്തണം, വീണ്ടെടുക്കണം, കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കണം. ബാക്കി എന്തെല്ലാം നടന്നാലും ഡോക്ടർ മുരളീധരൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകാനല്ല, പ്രസിഡന്റ് പോലും ആകാനല്ല, കുടുംബത്തെ നല്ലപോലെ നോക്കാനാണ്. മറ്റേ പ്രസിഡന്റ് ആയിക്കൊള്ളണമെന്നും ഞാൻ പറയുന്നില്ല, അധ്യാപകരോ സെക്രട്ടറിയേറ്റോ ജോലിക്ക് പോയിക്കൂടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുടുംബത്തെ മറന്നിട്ടുള്ള പരിപാടികൾ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. ഫാമിലി ഫസ്റ്റ്. പ്ലീസ്. ഇനി 4 മുതൽ
ഈ 4 മുതൽ 11 വയസ്സുള്ള കാലഘട്ടം എന്താണ് പറയുന്നത്? ചൈൽഡ്ഹുഡ്, ബാല്യം. 1 മുതൽ 3 ശൈശവം, 4 മുതൽ 11 വരെയുള്ള കാലഘട്ടം ബാല്യം. ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. കുഞ്ഞിൻ്റെ വളർച്ച, ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ആത്മീയമായ വളർച്ച നടക്കേണ്ട സമയമാണ്. അവരവിടെ ഇവിടെ സിനിമാ കോട്ടയിലും പോയി ടെലിവിഷൻ്റെ മുമ്പിലും സമയം കളഞ്ഞ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ചത്ത് സച്ചിനൊക്കെ ധനവാനും കോടീശ്വരനുമാകുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് കണ്ട് തെണ്ടികളാകുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിക്കറിയാം, ഈ ക്രിക്കറ്റ് ക്രമത്തിലധികം കണ്ട് പ്രീ ഡിഗ്രി തോറ്റ അല്ലെങ്കിൽ +2 തോറ്റ അനേകം വിദ്യാർത്ഥികളെ എനിക്ക് നേരിട്ടറിയാം. കളി കണ്ടോളൊന്നും ഞാൻ പറഞ്ഞില്ല, കളിച്ചോളൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ കളിയെ കളിയായിട്ട് കാണണം, കാര്യത്തെ കാര്യമായിട്ട് കാണണം. ഇന്ത്യയുടെ ശാപം എന്താണെന്ന് വെച്ചാൽ കളിയെ കാര്യമായിട്ടും കാര്യത്തെ കളിയായിട്ടും. യേശു ക്രിസ്തു അവൻ്റെ രാജ്യവും കാര്യമാണ്. അതിന് 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം കൊടുത്തിട്ട് ക്രിക്കറ്റ് 1ാം സ്ഥാനം കൊടുക്കുന്ന കുടുംബങ്ങളെ ദൈവം തട്ടിക്കളയും. അത് ക്രിക്കറ്റ് ആയാലും ശരി, പണമായാലും ശരി, ലോകത്തിൻ്റെ പ്രതാപമായാലും ശരി, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊക്കെ നമ്മൾ കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലോ? പ്രായമുള്ളവരോട് ഞാൻ പറയാണ്, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഞാൻ അന്ന് കോളേജ് പഠിക്കുകയാണ്. ബില്ലിഗ്രാം ഇന്ത്യയിൽ വന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം കണ്ടായിരുന്നു. ബില്ലിഗ്രാം ധൈര്യത്തോടെ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവോട് പറയുകയുണ്ടായി, ഇന്ത്യ ശരിയാണെങ്കിൽ അന്നും ദാരിദ്ര്യ രാജ്യമാണ്, ഇന്നും ഭയങ്കര പുരോഗതി എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നലെ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് കോമേഴ്സ് എന്ന് പറയുണ്ടായി, അടുത്ത നൂറ്റാണ്ട്, ഈ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ആയിരിക്കും ലോക ആഗോള എക്കോണമിയെ നിയന്ത്രിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം എന്താ പറയുക, ഒരു ഭാഗത്ത് പണക്കാരുണ്ട്, ഇഷ്ടംപോലെ പണക്കാരുണ്ട്, അമേരിക്കക്കാർ പണക്കാർ ഇന്ത്യയിലുണ്ട്. എന്നാൽ ഞാൻ ശശി തരൂർ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്, ഇന്ത്യയിലെ 70% പേർക്ക് ഇപ്പോഴും ഒരു ദിവസം 20 രൂപ വരുമാനം. വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹിന്ദു എന്ന പത്രത്തിനകത്ത് വീണ്ടും ഞാൻ വായിക്കുന്നുണ്ട്. ഇവിടേക്ക് നമുക്ക് കുറച്ചുകൂടി ബെറ്ററായ അനുഭവമാണല്ലോ, നമുക്ക് സാധ്യതകളുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ദരിദ്രന്മാരുണ്ട്. 40% പേർക്ക് ഇന്ത്യയിൽ ഇന്നും ദാരിദ്ര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ആ ഭാഗത്തോടെ കർണാടക ആ ഭാഗം അല്ലെങ്കിൽ ആയനാട് ആ ഭാഗത്തൊക്കെ വളരെ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. എന്താണ്? നെഹ്റു ഇന്ത്യ ഭരിച്ചു, ഇന്ദിരാഗാന്ധി ഭരിച്ചു, രാജീവ് ഗാന്ധി ഭരിച്ചു. ഇപ്പോൾ രാഹുലിന്റെ കാലമാകുന്നു. എന്നിട്ടും ഇന്ത്യയുടെ ദാരിദ്ര്യം മാറിയിട്ടില്ല. എന്താ കാരണം? മുംബൈയുടെ രാജ്യവും നീതിയും. മുംബൈ ക്രിക്കറ്റല്ല, ഞാൻ ക്രിക്കറ്റ് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ. മുംബൈ ഫുട്ബോളല്ല, മുംബൈ സിനിമയല്ല, മുംബൈ ഭൗതികതയല്ല, മുംബൈ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേ. അതോടെ ഇതൊക്കെ നിങ്ങൾ കിട്ടും. ഞാൻ പണ്ട് പ്രസംഗിക്കുവായിരുന്നു, ഇതൊക്കെ കിട്ടിയില്ലെങ്കിലും എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കും. കാരണം തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിച്ച് ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവനെ നൽകുകൊണ്ടിരണം ലോകത്തെ സ്നേഹിക്കും. എനിക്ക് ഒന്നുമില്ലെങ്കിലും നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. നിത്യജീവനെ കുറിച്ച് 2 വ്യാഖ്യാനമാണ്. ഒന്ന്, എൻലെസ്സായി കാലത്ത് അതീതമായി എന്നതേക്ക് കർത്താവിനോട് ജീവിക്കുന്ന അനുഭവം. മറ്റൊന്ന്, നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ രൂപത്തിലും ഭാവത്തിലും ദൈവം രൂപാന്തരപ്പെടുന്നു. വലിയ കാര്യമില്ല, നമ്മുടെ ക്യാരക്ടർ രൂപാന്തരപ്പെടുന്നു. നമ്മുടെ ക്വാളിറ്റിക്ക് വ്യത്യാസമില്ല. പച്ചവെള്ളം രുചിയില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത പച്ചവെള്ളത്തെ രുചിയുള്ള, മണമുള്ള, ഗുണമുള്ള വീഞ്ഞാക്കിയതുപോലെ ഒന്നിനും കൊള്ളാത്ത നമ്മെ കർത്താവ് സ്പർശിക്കുമ്പോൾ, അവൻ്റെ തേജസ് നമ്മുടെ അടുക്കിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ തേജസ്സിന്റെ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ രൂപം മാറുന്നു, നമ്മുടെ രുചി മാറുന്നു, ഗുണം മാറുന്നു. ഒരു കാലത്ത് രുചിയില്ലാത്ത വ്യക്തിയായിരുന്നു, മണമില്ലാത്ത വ്യക്തിയായിരുന്നു, ദുർഗന്ധം വഹിക്കുന്ന വ്യക്തിയായിരുന്നു. ജബ്സെ പ്യാര യേശുവായ മേര ജീവൻ ബദൽ കർത്താവ് ഉള്ളിൽ വന്നപ്പോൾ ജീവിതത്തിൽ മാറ്റം. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടി. പ്രിയ കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂളിലൂടെ ലഭിക്കേണ്ട ഏറ്റവും വലിയ നന്മയതാണ്. യേശു വളർന്ന എങ്ങനെയാണ് നമ്മൾ നോക്കാം. യേശുവിന്റെ 1 മുതൽ 12 വയസ്സുള്ള ജീവിതം പഠിക്കുകയാണെങ്കിൽ അതിങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 2:40 വേദപുസ്തകത്തോട് നോക്കാം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, എൻ്റെ മക്കളെ നോക്കി ഇങ്ങനെ നോക്കണം. അവനെ മോളെ നീ വളരുന്നുണ്ടോ? പൈതൽ വളർന്നു, വളരണം. കൈക്ക് വേണം, നെയ്ക്ക് വേണം,
പൗണ്ട് ഓരോ പ്രായത്തിലുള്ള വീട്ടിലുള്ളതെന്ന് നോക്കണം. എല്ലാ ആവശ്യമാണ്. ഫിസിക്കൽ ഗ്രോത്ത് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. രണ്ട്, ജ്ഞാനം എന്നുള്ളത് ജ്ഞാനം ഇംഗ്ലീഷിൽ വിസ്ഡമാണ്. കോളേജിൽ സ്കൂളിൽ നിൽക്കുന്ന ജ്ഞാനത്തിന് അപ്പുറമായ ജ്ഞാനം, ശരിയും തെറ്റും തിരിച്ചറിയുന്ന ജ്ഞാനം. അതാണ് ദൈവത്തിന് പ്രവർത്തിക്കുന്ന ജ്ഞാനമാണ്. ഒരു പരിധി വരെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കിട്ടും, പക്ഷെ ഇപ്പം വന്നത് അത് കുറവാണ്. ഇന്ന് തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലത്താണ് എത്തിയിരിക്കുന്നത്. റൈറ്റ് ഫ്രം റോങ്, ശരിയും തെറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ചിന്തിക്കണം. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങളും കർത്താവേ എൻ്റെ മകന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് കൊടുക്കണമേ. അതാണ് വിശുദ്ധം, അതാണ് ജ്ഞാനം. ആത്മാവിൽ ബലപ്പെടുന്നുണ്ടോ? ബൂസ്റ്റും ഹോർലിക്സും കൊടുത്ത് ശരീരം വലുതാവും. ഗൾഫ് കൺട്രിയിലൊക്കെ ചിലപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ചുവത്തിരിക്കുന്നതാണ്. ചിക്കൻ അല്ലാതെ ചിക്കൻ്റെ കാല് മതി, വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടൊന്നും സംഭവിക്കുന്നത് എല്ലാം ചിക്കനെ പോലെ മാറും. ചിക്കൻ കഴിക്കണമെന്നല്ലേ പറഞ്ഞത്. ചുമ്മാതെ ശാരീരിക വളർച്ചയുണ്ട്, ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിൽ ഒരു ഫലമില്ല. പല രോഗങ്ങളും ഒബ്സിഡിറ്റി, പല രോഗങ്ങൾക്ക് അടിമപ്പെടും. സോ ആത്മാവിൽ ബലപ്പെട്ടു. എൻ്റെ കുഞ്ഞും ആത്മാവിൽ ബലപ്പെടുന്നോ എന്ന് നോക്കണം. ആത്മാവിൽ ബലപ്പെടണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ വചനം ചെല്ലണം, പരിശുദ്ധാത്മ അവനെ സ്പർശിക്കണം, ദൈവത്തിന്റെ ദേശം നിറങ്ങണം. അടുത്തത് ദൈവകൃപ അവൻ മേലുണ്ട്. ദൈവകൃപ അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും അറിയാലോ പ്രിയപ്പെട്ടവരെ. കൃപയേക്കാൾ വലിയൊരു കാര്യമുണ്ടോ ഭൂമിയിൽ? ദൈവകൃപ. കൃപയാണ് നമ്മൾ രക്ഷപ്പെടുന്നു. കൃപയിൽ നാം ആയിരിക്കുന്ന ദൈവകൃപയാണ്. നമ്മൾ വിലയിൽ തിരിഞ്ഞു വരുന്ന കൃപയാണ്. ഇന്നത്തെ സ്കൂളിൽ ജീവിക്കാൻ ദൈവകൃപ വളരെ ആവശ്യമാണ്. ഇന്ന് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ ദൈവകൃപ വളരെ ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ വായിച്ചാണ് എല്ലാവരും വന്നാണ്. പണ്ടൊക്കെ കോളേജിലെ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്ന കാണുമ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂളുകാരുടെ ഇടയിൽ കൂടി വർദ്ധിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്ത എല്ലാ സ്കൂളിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കോഴിക്കോട് ഒരു LPS സ്കൂളിൽ നിങ്ങൾ വായിച്ചു കാണും, ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്. കോഴിക്കോട് ഒരു LPS സ്കൂളിൽ, കാലിക്കറ്റിലെ ഒരു LPS സ്കൂൾ എന്ന് വെച്ചാൽ 1, 2, 3, 4 ക്ലാസ് വരെ ഉള്ളൂ. 50 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ 35 പേര് കുടിച്ചിട്ടാണ് ക്ലാസ്സിൽ വന്നത്. അധ്യാപകൻ റിപ്പോർട്ട് ചെയ്തു. എന്താ, കേരളം ഒരു അപകട മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ കാശ്മീരിൽ നിന്ന് 82-ലാണ് കേരളത്തിലോട്ട് വരുന്നത്. അന്ന് ഇന്ത്യ ടുഡേയിൽ ഒരു വാചകം എഴുതിയാൽ ഞാൻ ഓർക്കുന്നു, കേരള ഹാസ് ബിക്കം എ ഡേഞ്ചറസ് പ്ലേസ് ടു ലിവ് ഇൻ. കേരളം ഒരു അപകട രാജ്യമായി മാറിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും വന്നിരിക്കുന്ന ഗതികൾ എന്ന് വെച്ചാൽ നമ്മുടെ കാലത്തിലെ ചുവരെഴുത്തുകൾ വായിക്കാൻ നമുക്ക് കഴിയാതെ പോയിരിക്കും. കേരളം എവിടെ വന്നെത്തിയിരിക്കുന്നു പോലും നമുക്ക് പിടിയില്ല. നമ്മൾ ഒരു പരുവത്തിൽ പോവുകയാണ്. എന്നാൽ പാവം പെരുകുമ്പോൾ കൃപ പെരുകും. അതുകൊണ്ട് ഉണർവിന് പറ്റിയ സമയം ഇതാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യാപകരായ നിങ്ങൾ, മാതാപിതാക്കളെ നാം ഓരോരുത്തരും, ദൈവദാസന്മാരെ നാം ഓരോരുത്തരും ഈ ഭാരതത്തിന് മോശമായ, കേരളത്തിന് മോശമായി മാറാൻ നമ്മളെ കഴിയാൻ നമുക്ക് ചെയ്യാം. ക്രിസ്തുവിന് മാത്രമേ ഈ രാജ്യത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഉമ്മൻചാണ്ടി കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം യാത്ര ചെയ്തു, നല്ല കാര്യം. പക്ഷെ പ്രശ്നം തീരുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യപാനികളുണ്ട്. ഏഷ്യയിൽ ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം ഇവിടെ കേരളം. അവിടെ തന്നെയാണ് ഏറ്റവും അധികം മദ്യപാനികൾ. പണ്ട് പഞ്ചാബികളായിരുന്നു ഏറ്റവും മദ്യപിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിനേക്കാൾ കേരളത്തിൽ ഒഴുകുന്ന ഏത് മദ്യമാണ്? ചാരായ, കള്ള്, വിസ്കി, ബ്രാൻഡി, വോഡ്ക. വോഡ്ക തന്നെ കോളേജ് സ്റ്റുഡൻസിന് വലിയ ഇഷ്ടമുള്ളതാണ് വോഡ്ക. കാരണം പല ഫ്ലേവറിൽ, മാംഗോ, പൈനാപ്പിൾ, ആപ്പിൾ, പല ടേസ്റ്റിൽ ആ മദ്യം കൊടുക്കുന്നത് കേൾക്കുന്നു. നമ്മൾ ചെറിയ സ്വത്രം പറഞ്ഞുകൊണ്ടിരുന്നത് പറ്റത്തില്ല. ഒരു കാലത്ത് ഇൻക്ലാബ് സിന്ദാബ് കൊണ്ട് ഈ രാജ്യം നിറഞ്ഞിരുന്നു. ഇപ്പം അത് അല്പം കുറഞ്ഞു. ഇപ്പം ഹല്ലേലൂയാണ് ഏറ്റവും ഉയർന്ന് വന്നിരിക്കുന്ന ശബ്ദം. പക്ഷെ അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയരുത്. ഒരു വലിയ രൂപാന്തരം നമ്മുടെ രാജ്യത്തുണ്ടാകണം. അച്യുത മേനോൻ സെക്രട്ടേറിയറ്റ് മുതൽ അങ്ങ് താഴെക്കിട വരെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകണം. ദൈവരങ്ങൾ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളുടെ സംഭവിക്കും.
ഇവാൻ റോബർട്സ് എന്ന ദൈവദാസൻ 13 വർഷം ഇതുപോലെ കേരളം പോലെ നശിച്ച ഒരു രാജ്യം ഉണ്ടായിരുന്നു, വെയിൽസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കൽ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു, എന്നാൽ ഫുട്ബോളിന്റെ ഭ്രാന്ത് കൊണ്ട് അവിടെ നിറഞ്ഞപ്പോൾ ജനങ്ങൾ ദൈവത്തെ അകന്നു. നൃത്തവും മറ്റ് പല പരിപാടികളുമായി ദേശം ദുർമാർഗത്തിലേക്ക് പോയപ്പോൾ ഇവാൻ റോബർട്സ് കരയാൻ തുടങ്ങി. 13 വർഷം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ 40,000 പ്രയർ ഗ്രൂപ്പ് അവിടെ ഉണ്ടാകുകയും ആ രാജ്യത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തനം വെളിപ്പെടുകയും ഏതാനും വർഷം കൊണ്ട് തന്നെ 1.5 ലക്ഷം പേർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ആ വെയിൽസ് വളർന്ന ആ ചർച്ചും ആ പരിസരങ്ങളൊക്കെ പോയി കാണി അവസ്ഥ ധൈര്യമാണ്, വീണ്ടും ധൈര്യമാണ്. ഒരു ഇവാൻ റോബർട്സ് നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കണം. ഈ സൈഡിൽ നിന്നോ ഒരു ഇവാൻ റോബർട്സ് എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. D.L. മൂഡി ഒരു ചെരുപ്പൂത്തിയായിരുന്നു, 10ാം ക്ലാസ് വരെ പോലും പഠിച്ചില്ല. അദ്ദേഹം വെറും 4ാം ക്ലാസ് പാസ്സായതേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം ഇതുപോലൊരു യോഗത്തിൽ ഒരു ദൈവദാസൻ പറഞ്ഞു, ആസ്ട്രിയ എന്നൊരു ദൈവദാസൻ പറയുണ്ടായി, ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിക്കണേ, the world is ready to see what God can do through a man who is completely yielded in his hand. ദൈവകരങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇനിയും കാണേണ്ടിയിരിക്കുന്നു. ആരും അടങ്ങിയില്ല. ഒരു കുട്ടി മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ ആ വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മേൽ അദ്ദേഹത്തിൻ്റെ പേര് ഹെൻറി എന്ന് മറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ആ പൈതലിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ വ്യക്തിയാണ് പിൽക്കാലത്ത് ആരായി തീർന്നത്? D.L. മൂഡി. ഹല്ലേലൂയ. D.L. മൂഡി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെയാണ് വളർന്നത്. ഒരു സഭയുടെ ഗോൾഡ് മൈനാണ് സൺഡേ സ്കൂൾ. ഒരു സഭയുടെ സ്വർണ്ണ ഖനിയാണ് സൺഡേ സ്കൂൾ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയല്ല, ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ സൺഡേ സ്കൂളിലൂടെയാണ്. CM ICP ഒക്കെ ആയിട്ടുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ പ്രതീക്ഷ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ പോയി ക്യാച്ച് ദം. ഞങ്ങൾ കോളേജിലെ പിള്ളേരെ പിടിക്കുന്നത് പ്രത്യേകം തെറ്റിക്കഴിഞ്ഞു, ശരിപ്പെടാതെ തെറ്റിക്കഴിഞ്ഞു വന്നു. എന്നാൽ ക്യാച്ച് ദം എന്താ അറിയാം? കൊച്ചു പിള്ളേർ നമ്മുടെ സൺഡേ സ്കൂളിൽ വരുമ്പം അവരുടെ ഉള്ളിൽ യേശുവിനെ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവർ അത്ഭുത മനുഷ്യരെയും. D.L. മൂഡിയെ കുറിച്ച് പറയാതെ ഞാൻ ഒറ്റ പ്രസംഗം അവസാനിക്കത്തില്ല. ദൈവത്തിന് D.L. മൂഡി ഇവിടെ ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കരങ്ങളെടുക്കും. ജോൺ വെസ്ലി എനിക്ക് പറയുണ്ടായി, ലോകത്തിന്റെ ഇരുൾ മാറാൻ എനിക്ക് 100 പേരെ ആവശ്യമുണ്ട്. പാപത്തെ 100% വെറുക്കുകയും യേശു ക്രിസ്തുവിനെ 100% സ്നേഹിക്കുകയും ചെയ്യുന്ന 100 പേരെ എനിക്ക് തരിക. ഞാൻ ലോകത്തെ രൂപാന്തരപ്പെടുത്തുക. ഇവിടെ 500 പേരുണ്ടെങ്കിൽ 50 പേര് ഇന്ന് എഴുന്നേറ്റ് പറയുമോ, പാപത്തെ 100% വെറുക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ, യേശുവിനെ 100% സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. പാവഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു, കോപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, അമ്മയോട് വഴക്കൂടത്തില്ല, അപ്പനോട് വഴക്കൂടത്തില്ല. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കും, ഞാൻ വചനം കാണാൻ പഠിക്കും, ഞാൻ വചനം വായിക്കും. വൃത്തിയേറ്റ പുസ്തകം ഞാൻ വായിക്കത്തില്ല, സിനിമയ്ക്ക് അടിമയാകത്തില്ല, ഇന്റർനെറ്റിലെ വൃത്തിയേറ്റ ചരക്കുകളൊന്നും ഞാൻ കാണുകയില്ല. ഞാൻ വിശുദ്ധിയിൽ എന്നെ തന്നെ കാത്തോളം കർത്താവേ, അടിയനിത എന്ന് പറയാൻ എത്ര പേര് നിങ്ങളുടെ മധ്യയിലുണ്ട്? തിരുവല്ലായിൽ അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ മലബാറിൽ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് ഉണർവിന് തെക്കൻ കേരളത്തിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ അനേക വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിച്ച സ്ഥലമാണ്. എന്റെ മനസ്സിൽ പലരുടെയും പേര് ഓർമ്മ വരുന്നത് ഞാൻ പേര് പറയുന്നില്ല. പ്രൈസലോ. ഇവിടെ നിന്ന് ചില മനുഷ്യന്മാരെയും ചില എസക്കേൽ ജോഷുമാരെയും ഒക്കെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ലൂക്കോസ് 2:52 വീണ്ടും പറയുന്നു, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു. ദൈവത്തിന്റെ കൃപയും നമുക്ക് ആവശ്യമുണ്ട്, മനുഷ്യരുടെ അംഗീകാരവും നമുക്ക് ആവശ്യമുണ്ട്. പ്രൈസലോ. നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, കൊച്ചു ക്ലാസ്സിലും വലിയ ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളാകുന്നത് സൺഡേ സ്കൂൾ വിട്ട് പോകരുത് കേട്ടോ. ചില കുഞ്ഞുങ്ങളിൽ 13 വയസ്സാകുമ്പോൾ വയ്ക്കളെ, ചിലർ 14 ആകുമ്പോൾ വയ്ക്കളെ. ഒരു 16 വയസ്സ് വരെ സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഇനി ഒരു കാര്യം, യേശു 12-ാമത്തെ ദിവസം യെരൂശലേമിൽ പോയ കാര്യം നിങ്ങൾക്കറിയാം. അവിടെ യേശു ഉപദേശകന്മാരുടെ നടുവിലിരുന്നു ഉപദേശം കേൾക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
ജീസസ് വാസ് എ ലേണർ അറ്റ് ദ ഏജ് ഓഫ് 12. യേശു ഒരു ലേണറാണ്. ലേണർ എന്ന് വെച്ചാൽ പഠിക്കുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ബൈബിൾ പഠിക്കണം. 70-80 വയസ്സുള്ള പുരോഹിതന്മാരും മറ്റേ ഈ വലിയ വലിയ ഉപദേഷ്ടന്മാരുടെ മധ്യയാണ് യേശു പോയത്. പ്രായമുള്ളവരെ നിങ്ങൾ അവഗണിക്കരുത്. പ്രായമുള്ളവർ നല്ല വിസ്ഡം കാണും, ജ്ഞാനം കാണും. പ്രായം കുറഞ്ഞവരെ നിങ്ങൾ ബഹുമാനിക്കണം, പ്രായം കൂടിയവരും ബഹുമാനിക്കണം. ആയുസ് വർദ്ധിക്കണമെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അനുസരിക്കണം. നമ്മുടെ പേരൻസിന്, നമ്മുടെ മാതാപിതാക്കൾക്ക് കമ്പ്യൂട്ടർ അറിയത്തില്ലായിരിക്കും, ഇന്റർനെറ്റ് അറിയത്തില്ലായിരിക്കും. പക്ഷേ അവർ നമ്മുടെ ബഹുമാനത്തിന് യോഗ്യരാണ്. അവർ നമ്മുടെ മാതാപിതാക്കളാണ്. അതുപോലെ നമ്മുടെ മൂത്തവരായിട്ടുള്ളവർ, അവരെ നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരാണോന്നില്ല. മുതിർന്നവരെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഒരു മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് തന്നെ വിഷ് ചെയ്യണം. ചിലർ പ്രായം കുറഞ്ഞവരെ കണ്ട് എഴുന്നേറ്റ് വിഷ് ചെയ്തതാണ്. ഞാൻ ഓർക്കുന്നത്, ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് IPC ചർച്ചിൽ ഞാൻ CSA ആണെങ്കിലും അവിടെ വീട്ടിൽ അറിയാതമില്ലാതെ അവിടെ ആരാധനയ്ക്ക് പോയി. അപ്പോൾ പാസ്റ്റർ K. എബ്രഹാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടുടനെ അത് എഴുന്നേറ്റ് വന്നു, എന്നെ ഗ്രീറ്റ് ചെയ്തു, എനിക്ക് ഷേക്ക് ഹാൻഡ്. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. ഇപ്പം എഴുന്നേറ്റുന്ന ഓർക്കുന്നത് ചിരിക്കാൻ തന്നെ ചിലർക്ക് മടിയാണ്. ഒരു ചിരിക്കുന്ന വിലയുള്ളതറിയാം. ഒരു സ്മൈൽ, ഒരു പുഞ്ചിരിക്ക് ഭയങ്കര വിലയാണ്. ഭാര്യമാർ പോലും ഭർത്താവിനെ കണ്ടാൽ ചിരിക്കാത്ത പല ഭാര്യമാരുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരും പറയുന്നത്. തിരിച്ച് ഭർത്താക്കന്മാർ ഭയങ്കര 1 കോടി രൂപയേക്കാൾ വിലയാണ് ഒരു നല്ല പുഞ്ചിരി. ഒരു ദൈവജന പുഞ്ചിരിക്ക് വിലയുണ്ട് കേട്ടോ. ഞാൻ ഓർക്കുന്നത്, എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നേപ്പാൾ വെച്ച് മൃതിയടഞ്ഞു. നാട്ടിൽ വെച്ചാൽ പ്രസവം. എൻ്റെ ഭാര്യയും ഞാനും ആ കുഞ്ഞിനെ കണ്ടില്ല. ഞാൻ വളരെ ദുഃഖിതനായി ഇങ്ങനെ എനിക്ക് മരണത്തെ പങ്കുകൊള്ളാൻ ഒത്തില്ല. നേപ്പാളിൻ്റെ ഒരു ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ ഒരു മദാമ്മ, ഒരു മിഷണറിയാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്ത്രീയാണ്. അവർ ജോഷുവ സോറി സൺ ഡൈഡ് എന്നൊന്നും പറഞ്ഞില്ല. ആത്മാവിനൊരു പുഞ്ചിരി എനിക്ക് തന്നു. ആ പുഞ്ചിരി അടുത്തെന്ന് പറയാ, കുഞ്ഞ് മരിച്ചെങ്കിലും ദുഃഖിക്കണ്ട, ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ, ദൈവം സ്വർഗത്തിലുണ്ട്, ഇനി കുഞ്ഞുങ്ങളെ തരാൻ ദൈവം വിശ്വസിക്കും. ആ പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിക്ക് ഭാഷയില്ല, പക്ഷെ ആ പുഞ്ചിരിക്ക് അർത്ഥവും. നിങ്ങളുടെ ഒരു പുഞ്ചിരിക്ക് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കും ബാങ്കിൽ എനിക്ക് 1 കോടി രൂപയില്ലെന്ന്. 1 കോടി രൂപ മണ്ണാൻ കെട്ടിയാണ്. നിങ്ങൾക്കൊരു ക്യാൻസർ വന്നാൽ 1 കോടി രൂപ എന്ത് ചെയ്യും? ഒരു സ്ട്രോക്ക് വന്ന് മരിച്ചാൽ 1 കോടി രൂപ എന്ത് ചെയ്യും? ജീവനോടിരിക്കുമ്പോൾ നന്മ ചെയ്യുക. നന്മ ചെയ്തൊരു പുഞ്ചിരിയാണ്, ഒരു ഷേക്കാണ്ടാകാം. പണ്ടൊക്കെ ഒരു ഷേക്കല്ലാതെ ആത്മശക്തി പകരുകയാണ്. ഇപ്പം ചിലർ ഇങ്ങനെ ഷേക്കൻ്റെ എനിക്കറിയാം. ചില ഷേക്കൻ്റെ വളരെ തണുത്തൊരു ഷേക്കൻ്റെ. ചിലർ മുഖത്തോടുപാടും നോക്കത്തില്ല, ബിസിയാണ്, തിരക്കാണ്. ഞാൻ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, ദൈവനോട് ക്ഷമിക്കട്ടെ. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് യുവനായി പോയി പ്രസംഗിക്കത്തില്ലെന്നിരിക്കും. പക്ഷേ ഒരു വ്യക്തിയെ കണ്ട് ഒരു നല്ല വാക്ക് പറയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വാസ ലേണ, യേശു ലേണറാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പ്രായം 12 മുതൽ 18 എന്ന് പറയാൻ സമയം. 12 മുതൽ 18 വയസ്സ്, അതാണ് അഡോളസെൻസ്, കൗമാരപ്രായം. എല്ലാ നന്മകളുടെയും പ്രായമാണ്, എല്ലാ തിന്മകളുടെയും പ്രായമാണ്. അനുകരണത്തിൻ്റെ സമയമാണ്. കുരങ്ങിൻ്റെ കുറേ സ്വഭാവമുള്ള സമയമാണ്. ഒരാൾ തൊപ്പി, പണ്ടത്തെ കാലത്ത് തൊപ്പി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു, ഇപ്പം തൊപ്പി പുറകോട്ടാണ് വെക്കുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മൾ പുറകോട്ട് വെക്കുന്നു. ആര് പറഞ്ഞു? എവിടെ വന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? UN എഴുതി വെച്ചിട്ടുണ്ടോ തൊപ്പി പുറകോട്ട് വെക്കാൻ? ഇല്ല. സച്ചിനോ അല്ലെ അയാൾ അപ്പൂപ്പനോ തൊപ്പി എങ്ങോട്ടോ വെക്കട്ടെ, നമുക്ക് തൊപ്പി വെക്കാനൊരു പ്രമാണമുണ്ട്. കാരണം പറഞ്ഞാൽ തൊപ്പി നേരെ വെക്കണ്ട. എൻ്റെ മോനും ചിലപ്പോൾ തൊപ്പി പുറകോട്ട് പണ്ട് വെക്കാനിട്ടോ. പിന്നെ ഞാൻ ചോദിച്ചു, നീ എന്തിനാ തൊപ്പി പുറകോട്ട് വെക്കുന്നത്? എല്ലാവരും പറഞ്ഞു ഞാൻ വെക്കും. എല്ലാവരും വെക്കുന്ന അമ്മ വെക്കാൻ ഒക്കത്തില്ല. ഞാൻ തൊപ്പി പുറകോട്ട് വെക്കുന്നത് നരകത്തിൽ പോകുന്നെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ നമുക്ക് തൻ്റെ ഇടം, നമുക്കൊരു തൻ്റെ ഇടം വേണം. ലോകം പോകുന്ന പോലെ നമ്മൾ പോകുന്നത്. ചിലർ പറയും, അയ്യോ 21-ാം നൂറ്റാണ്ടിൽ സിഗരറ്റ് കുടിക്കാതെ ജീവിച്ചിരിക്കുന്നത് നിങ്ങളല്ല, ലോകത്താരുമില്ല. നോ നോ പറയാൻ പോയി തൻ്റെ ഉണ്ടായിരുന്നു. ബൈബിൾ മാത്രമല്ല, സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നിന്റെ ചങ്ക് പോകുന്ന പരിപാടിയാണ് സിഗരറ്റ് എന്ന് ഗവൺമെന്റ് എന്നെ എഴുതി വെച്ചിരുന്നു. എല്ലാവരും കുടിക്കുന്നു, ഞാനും കുടിക്കുന്നു. നോ. സ്വർഗരാജ് മദ്യപാന സമുദായത്തിൽ കടക്കയിൽ ദൈവം പറഞ്ഞിരിക്കും. ചിലർ ബിയറിനകത്ത് വലിയ ആൽക്കഹോൾ ഇല്ല, അതുകൊണ്ട് കുറച്ച് കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല.
ബിയർ കുടിച്ച് പിന്നെ ബിസ്കിയും ബ്രാൻഡിയും പട്ടയും കിട്ടയും പൂത്തയും ചട്ടിയും മട്ടിയും എല്ലാം കുടിച്ചു തുടങ്ങും. എനിക്ക് ലോകത്ത് ഏറ്റവും വെറുപ്പുണ്ടെങ്കിൽ, രക്ഷിക്കുന്നതിന് വെറുപ്പുണ്ടെങ്കിൽ മദ്യമാണ്. എൻ്റെ ഫാദർ കുടിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കതോട് ഭയങ്കര വെറുപ്പ്. എൻ്റെ രക്തം തിളങ്ങി. ഞാൻ സുവിശേഷം അല്ലായിരുന്നെങ്കിൽ ഞാൻ കന്യാകുമാരി കാശ്മീർ വരെ എല്ലാം ഈ മദ്യത്തിനെതിരെ ഒരു യാത്രയോ, വേണമെങ്കിൽ കന്യാകുമാരി കാശ്മീർ വരെ യാത്ര ചെയ്ത് മദ്യത്തിനെതിരെ പ്രസംഗിച്ചത്. അപ്പം എനിക്ക് അത് പ്രസംഗിച്ചാൽ പറ്റത്തില്ല. എങ്കിലും ഈ ദിവസം ചിന്തിക്കുന്നു. കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു നമുക്ക് ഏഞ്ചലസ് വണ്ടി കിട്ടുന്നുണ്ടല്ലോ, ഒരു മദ്യത്തിനെതിരെ ഒരു യാത്ര ചെയ്താൽ അതുപോലെ മദ്യം കേരളത്തിൽ ഒഴുകുകയാണ്. നമ്മുടെ കുടുംബത്തെ തകരുകയാണ്, ഭാര്യമാരെ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് 12 മുതൽ 18 കുരങ്ങിൻ്റെ സ്വഭാവം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അനുകരണം, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നമ്മൾ അനുകരിക്കണം. നമ്മുടെ മാതൃകാ പുരുഷൻ, നമുക്കൊറ്റ മാതൃകാ പുരുഷനുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അത് മൻമോഹൻ സിംഗ് പോലുമല്ല, അത് മമ്മൂട്ടി പോലുമല്ല, അത് പിന്നീട് മോഹൻലാലല്ല, അമിതാഭ് ബച്ചനല്ല, ഷാറൂഖ് ഖാനുമല്ല, എന്റെ യേശു. ഷാറൂഖ് ഖാൻ നമുക്ക് വേണ്ടി മരിച്ചില്ല, അമിതാഭ് ബച്ചൻ നമുക്ക് വേണ്ടി ജീവൻ തന്നില്ല, മമ്മൂട്ടി നമുക്ക് വേണ്ടി രക്തം തന്നില്ല. നമുക്ക് രക്തം തന്നു നമുക്ക് വേണ്ടി അതെ കാവിലിൽ പിടഞ്ഞു മരിച്ചത് യേശു ക്രിസ്തുവാണ്. അവൻ ദൈവപുത്രനാണ്. അവനല്ലാതെ അവൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ സുന്ദരൻ. അവന് വേണ്ടി നമുക്ക് ജീവിക്കാം, അവന്റെ പ്രമാണം നമുക്ക് അനുസരിക്കാം, അവന്റെ പിന്നാലെ നമുക്ക് പോകാം. ഹല്ലേലൂയ. I have decided to follow Jesus Christ. ആ പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. യേശുവിന് പിന്നാലെ ഞാൻ പോകും കർത്താവേ. I have decided. യേശുവിന്റെ പീछे मैं चलूंगा, യേശുവിന്റെ पीछे मैं जाऊंगा. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകും. മരണം വരെ എന്നെ പിൻവലിപ്പാൻ ആർക്കും കഴിയില്ല. അതായിരിക്കും നമ്മുടെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു പ്രായമാണ്, സ്വല്പ സാമ്യതയുണ്ട്. 13 മുതൽ 19 എന്നെന്ത് പറയും? ടീനേജേഴ്സ്. ഈ അഡോളസെന്റ് അല്പ വ്യത്യാസമുണ്ട്. അഡോളസൻസ് എന്ന് പറയുന്നത് 12 മുതൽ 18, 13 മുതൽ 19 ടീനേജേഴ്സ്. ശബ്ദം ഉയർത്തുകൊണ്ടാണ് സിസ്റ്റം. ഈ വോക്കൽ സിസ്റ്റത്തെ കുറിച്ച് ഈ തൊണ്ട, ഈ വോക്കൽ സിസ്റ്റം നന്നാണെങ്കിലും അമ്മയുടെ പാൽ കുടിക്കണമെന്നാണ് ഒരു വലിയ ശാസ്ത്രജ്ഞയോട് പറഞ്ഞത്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. കൊച്ചിലേ നമ്മൾ ഈ കുപ്പിപ്പാൽ കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഹോള് വലുതാണ്. ഈ വലിയ ഹോളിൽ പാൽ കുടിക്കുകയാണെങ്കിൽ വോക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തില്ലെന്ന് പറയുന്നത്. നല്ല സ്വരം കിട്ടത്തില്ല, ഭാവിയിൽ നല്ല പ്രാസിംഗിനാകാൻ പ്രയാസമുണ്ട്. അമ്മയുടെ പാല് കുടിക്കുകയാണെങ്കിൽ വലിച്ചിങ്ങനെ കുടിക്കുമ്പോൾ വോക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അതൊരു കർമ്മമാണ്, സ്വത്രം. അപ്പോൾ 13 മുതൽ 18 പ്രതിഭ വിടരുന്ന കാലമാണ്. HW ലോക്കലോ, മിൽട്ടൺ, DL മൂഡി, CS സ്പർജൻ തുടങ്ങിയ പ്രതിഭകളെല്ലാം നല്ല നല്ല കവിതകളും പ്രസംഗങ്ങളെല്ലാം 13-നും 19 വയസ്സിനിടയ്ക്ക് ചെയ്താണ് വായിച്ചിട്ടുണ്ട്. സ്പർജൻ 14-ാമത്തെ വയസ്സിൽ തന്നെ നല്ല പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞു. DL മൂഡി 14-ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചു തുടങ്ങി. നമ്മുടെ കേരളത്തിൽ KJ മാത്യു അസംബ്ലി 13-ാമത്തെ വയസ്സിൽ പ്രസംഗിച്ചു തുടങ്ങി കേൾക്കുണ്ടായി. ചർച്ചകളുള്ള ജോൺ ഫിലിപ്പ് 11-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. ബിലിഗ്രാം 12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ നല്ല കാലത്തിൽ അതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റിയ കാലഘട്ടമാണ്. എന്നാൽ 13-നും 18-നും വയസ്സുള്ള പിള്ളേരാണ് കാശ്മീരിൽ ഞാൻ പഠിപ്പിച്ച പിള്ളേരുൾപ്പെടെ പലരും അത് ടെററിസ്റ്റായി, ഭീകരവാദികളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന എത്രയോ ആൺകുട്ടികൾ ഈ പ്രായത്തിലുള്ളവരുണ്ട്. പെൺകുട്ടികളിൽ തന്നെ പണ്ടത്തെ കാലത്തേക്കാൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു അതെല്ലാം ഈ 13-നും 18-നുള്ള പ്രായമാണ്. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലും CM-ലും YP-യിലും DAP-യിലും ICP-യിലും EU-ലും ഒക്കെ പോയില്ലെങ്കിൽ നോക്കാണ്. ഞാൻ അത്രയും പറഞ്ഞവിടെ അവിടെ നിർത്തിയാണ്. പിന്നെ 20 മുതൽ 40 വയസ്സ്, അതാണ് നല്ല യൗവനം. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഇന്നത്തെ വിഷയം സൺഡേ സ്കൂളാണല്ലോ. അവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 40 വയസ്സ് കഴിഞ്ഞവർ വിചാരിക്കുന്നു എൻ്റെ യൗവനത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇല്ല, കാലം 85 വയസ്സുള്ളപ്പോൾ തൻ്റെ ബർത്ത്ഡേയുടെ അന്ന് യോശുവോട് കാലം പറഞ്ഞു, എനിക്കൊരു കേക്ക് അല്ല വേണ്ടത്. കേക്ക് എന്ന് പറഞ്ഞില്ല, എന്താ വേണമെന്ന് പറഞ്ഞു?
ഹെബ്രോൺ മല ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 67 വയസ്സായി. ഞാൻ ഇന്ത്യയിലെ 23 സ്റ്റേറ്റിൽ പോകാൻ ദൈവം കൃപ തന്നു. എനിക്കിനി 6 സ്റ്റേറ്റിൽ കൂടി പോകണം. എനിക്ക് 67 ആയി എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന കാര്യം പറ്റൂ. വരുന്ന 3 വർഷം കൊണ്ട് അറ്റ്ലീസ്റ്റ് 70 ആകുന്നതിന് മുമ്പ് ആയുസ് ഇരുന്നെങ്കിൽ എനിക്ക് എൻ്റെ 3 സ്റ്റേറ്റ്, ബാക്കി 6 സ്റ്റേറ്റിലേക്ക് പോകണം. സിക്കിമിൽ പോകണം, ഹിമാചലിൽ ഒരാൾ വന്ന് ഞാൻ അടുത്ത വർഷം ഞാൻ വരുമെന്ന്. ചന്ദ്രനിൽ പോയില്ലെങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ പോയി തീരണം. കേരളത്തിലെ 14 ജില്ല പണ്ടേ പോയി. ഇല്ലെങ്കിൽ സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ദൈവത്തെ ചെവിക്ക് പിടിക്കുന്നു എനിക്കറിയാം. നിനക്ക് ഞാൻ വിദ്യാഭ്യാസം ജോഗ്രഫി പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു, നീ കാസർഗോഡിൽ പോയെന്ന് എന്നോട് ദൈവം ചോദിക്കും. കാസർഗോഡ് ചിലർ പറയാറുണ്ട് ഞാൻ യേശുദാസിനെ അറിയാം, യേശുവിനെ അറിയത്തില്ല. ആരാ കുറ്റക്കാരൻ? നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ പോയി നമ്മൾ പലരും എങ്ങനെ ഇരിക്കേണ്ടിയിരിക്കുന്നറിയാം. സ്വർഗത്തിൽ എല്ലാം പോകുമായിരിക്കും, പക്ഷേ അവിടെ പോയി നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും. നമ്മളെ പോക്കും. ഞാൻ ഡി ജോഷുവ, നിനക്ക് എന്തെല്ലാം തന്നു? എല്ലാം തന്നു കർത്താവേ. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? വിദ്യാഭ്യാസം, വേദോസം തന്നു, കണ്ണാടി തന്നു, ഷർട്ട് തന്നു, പാൻസ് തന്നു, വിദ്യാഭ്യാസം തന്നു, എല്ലാം തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, കൊച്ചുമക്കളെ തന്നു. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ശരിയല്ലേ? അവൻ്റെ അവസാനത്തോടെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നു. നമ്മെ ആർക്കും വേണ്ടായിരുന്ന കാലത്ത് ദൈവം നമ്മെ ഓരിയെടുത്തു, മാനിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനപ്പോ എനിക്ക് ഒരു നന്മയും ദൈവം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും പറയാം. ദൈവം നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, സ്നാനത്തേക്ക് നടത്തിയത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ തന്നു മാത്രമല്ല, അന്യഭാഷ തന്നു മാത്രമല്ല, നമുക്ക് ഫ്രഞ്ചും സ്പാനിഷൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ സ്വർഗീയ ഭാഷകൾ തന്നു. എന്തെല്ലാം നന്മകൾ ദൈവം തന്നു, വീട് തന്നു. കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? He has done everything for us. What we have done for him. ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ക്യാമ്പസുകൾ, കാർമൽ കോളേജിന്റെ കാര്യം പറഞ്ഞല്ലോ. കോളേജിലൊക്കെ വിദ്യാർത്ഥികൾ മദ്യപിച്ചു, കഞ്ചാവ് അടിച്ചു, ദുർമാർഗത്തിലും ജീവിക്കുന്നു. അവിടെ ഒരു പ്രാർത്ഥനാ വീരനില്ല. യേശുവിന് വേണ്ടി നിൽപ്പാൻ ഒരു പെൺകുട്ടിയില്ല, ആൺകുട്ടിയില്ല. നല്ലപോലെ അണിഞ്ഞൊരുങ്ങി കോളേജിൽ പോകാൻ ആളുണ്ട്. അണിഞ്ഞൊരുങ്ങിക്കോ, കുഴപ്പമില്ല, മറ്റുള്ളൊരു ഭാഗത്ത് നയിക്കാതിരുന്നാൽ മതി. പക്ഷേ കോളേജിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുണ്ട്? ഞാൻ വായിക്കുന്ന മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു 500 കുട്ടികൾ പഠിക്കുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ യൂണിവേഴ്സിറ്റിയില് 3-2 വിദ്യാർത്ഥികളും ആ പ്രയർ ഗ്രൂപ്പിൽ പങ്കാളികളായി തീർന്നില്ല. അധ്യാപകർ 50% ആ പ്രയർ ഗ്രൂപ്പിൽ പങ്കാളികളായി തീർന്നു. ആ വിദ്യാർത്ഥികൾ പ്രാർത്ഥന ഇങ്ങനെയാണ്, ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ ഗോഡ്, give us the Michigan University. Oh God, give us the Michigan University. ഇവിടെ അടുത്തൊരു കോളേജ് ഞാൻ മനസ്സിലാക്കുന്നത് ധനുവച്ചപുരം, NSS ധനുവച്ചപുരം അടുത്തൊരു ഫസ്റ്റ്. യെസ്, ഞാൻ ആ കോളേജിൽ കഴിയുമ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടായില്ല, പോകണം. പക്ഷെ ഞാൻ അനേകം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ അവിടെ പ്രയർ ഗ്രൂപ്പ് നടക്കണമെന്ന്. അവിടെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കരമൽ NS കോളേജ്, നാം പഠിക്കുന്ന കോളേജ് ദൈവത്തിൻ്റെ പ്രാർത്ഥന നടക്കുന്ന കോളേജായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ലോക സുവിശേഷീകരണത്തിൽ കോളേജ് വിദ്യാർത്ഥികളുടെ പങ്ക് വലുതാണ്. ലോക സുവിശേഷീകരണത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. നിർത്താൻ പോയാണ്. 10 വയസ്സുള്ളപ്പോൾ ഒരു ബാലൻ, ജർമ്മനിയിൽ ഒരു ബാലൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി. എനിക്ക് വലിയ ഇഷ്ടം പറയുന്നത്, My dream is to evangelize the whole world. എൻ്റെ സ്വപ്നം ദൈവമേ ഈ ലോകത്തെ സുവിശേഷിക്കുക എന്നുള്ളതാണ്. എത്ര വയസ്സുള്ളപ്പോഴാണ്? 40 അല്ല, 20 അല്ല, 10 വയസ്സ്. ഇവിടെ 10 വയസ്സുകാർ പലരും ഉണ്ട്. നോക്ക് എത്ര വയസ്സാണ് പോലെ? 11 വയസ്സുള്ളൂ. ഈ കുഞ്ഞിനേക്കാൾ വിലയൊരു കുഞ്ഞെഴുതിയാണ് ലോകം സുവിശേഷീകരിക്കപ്പെട്ട് കാണുവാൻ ഞാൻ സ്വപ്നം കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സിൻസർ ഡോർഫ് എന്നാണ്. പിൽക്കാലത്ത് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി മൂവ്മെന്റ് പിതാവായി തീർന്നു. വലിയ ധനവാനായിരുന്നു. മൊറേവിയൻ മിഷണറി മൂവ്മെന്റ് ഫൗണ്ടറായി തീർന്നു.
മനുഷ്യൻ പോകാൻ അറയ്ക്കുന്ന സ്ഥലങ്ങളിൽ അവർ മിഷണറിമാരായിട്ട് കടന്നുപോയി. മഞ്ചൂരിയ, മംഗോളിയ, അഫ്ഗാനിസ്ഥാൻ, ലഡാക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ. മണിക്കൂറുകൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ 10 വയസ്സിലൊരു കുഞ്ഞ് സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ട ദേവദാസന്മാരെ, ബഹുമാനപ്പെട്ട മാതാക്കളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ കർത്താവിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഭാരതം, നാം ഇന്ത്യയിൽ ജനിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ ഇന്ത്യയുടെ സുവിശേഷം നമ്മുടെ ഉത്തരവാദിത്വമാണ്. അമേരിക്ക നശിച്ചാൽ ദൈവം മില്ലിഗ്രാമോട് ചോദിക്കും. ഇന്ത്യ നശിച്ചാൽ ദൈവം നമ്മോട് ചോദിക്കും. 55 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് ഞാൻ നിർത്താൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സമയം കിട്ടിയല്ലോ. സൺഡേ സ്കൂൾ ആനിവേഴ്സറി 15 മിനിറ്റ് 20 മിനിറ്റ് കൂടുതൽ കിട്ടാൻ പാസ്റ്റർ ഞാൻ ബഹുമാനിക്കുന്നു. സമയം വേർതില്ലോ. ഇനി പറയാനുള്ള 2 വ്യക്തികൾ പറയാനിരിക്കുന്നത്, മോശ വലിയവരാകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പഠിച്ചപ്പോൾ പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരു പ്രധാന കാരണം, മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് മോശ ഉത്തരവാദി ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. ദൈവമേ, ഷോ മീ ദൈ ഗ്ലോറി. ദൈവമേ, നിന്റെ തേജസ് എന്നെ കാണിക്കണമേ. ടെലിവിഷനിൽ കാണണ്ട, ഇൻ്റർനെറ്റിൽ കാണണ്ട, സിനിമയിലും കാണണ്ട, മൻമോഹൻ സിംഗിനെയും കാണണ്ട, എനിക്ക് മൺമുട്ടിയും കാണണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് നിന്റെ തേജസ് കാണും. ഞാൻ വളരെ ഗൗരവമായ വിഷയമാണ്. ഞാൻ എന്നോട് ദൈവം ഇടപെട്ടൊരു വിഷയമാണ്. അമേരിക്കയുടെ ഗ്ലാമറോ ഇംഗ്ലണ്ടോ പൊയ്ക്കോളെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. എന്തായിരിക്കണം? 1 കോടി രൂപ ബാങ്കിൽ ബാലൻസ്, അതുമല്ലായിരിക്കണം നമ്മുടെ സ്വപ്നം. ദൈവത്തിൻ്റെ തേജസ് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മധ്യേ ഇറങ്ങുന്നത്. അതാണ് മോശയെ വലിയവനാക്കിയത്. പഴയ ദൈവത്തിൽ മോശയേക്കാൾ വലിയൊരു നേതാവില്ല. കനാൻ ഇനി പ്രവേശിച്ചെന്നുള്ളതൊക്കെ ശരിയാണ്. എങ്കിലും മോശയേക്കാൾ വലിയൊരു നേതാവിനെ ഞാൻ കാണുന്നില്ല. ഞാൻ IAS പരീക്ഷയ്ക്ക് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ട് മോശയ്ക്ക് കനാൻ കാണാൻ ഒത്തില്ലെന്നുള്ളതാണ്. അതൊരു വലിയ വിഷയമാണ്. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എങ്കിലും മോശ വലിയ മനുഷ്യനാണ്. പഴയ 25 ലക്ഷത്തോളം പേരെ നയിക്കുക, 25 പേരെ നയിക്കാൻ നമുക്കറിയാൻ പാടില്ല. രണ്ടാമത് പൗലോസ്. പറയാതിരിക്കാൻ ഒരു വാചകം പറയുന്നുള്ളൂ. പൗലോസിന്റെ ജീവിത രഹസ്യം എൻ്റെ പഠനം. എനിക്ക് ഭയങ്കര ആവേശം പൗലോസ്. യേശു കഴിഞ്ഞാൽ പിന്നെ പൗലോസ് എൻ്റെ ഫേവറേറ്റ്. പൗലോസിന്റെ ജീവിത രഹസ്യം അറിയാമോ? ഫിലിപ്പിയർ 3:8. അത്രയുമല്ല, പറയാം, ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ചപ്പെന്നും ചവറെന്നും ഛേദമെന്നും എണ്ണുന്നു. ഇന്ന് അനേകര് ചപ്പും ചവറിനെ വിലമതിക്കുന്നതിൻ്റെ കാരണം കാറും കൊട്ടാരവും പണവും സ്ത്രീയും ഒക്കെ വലുതായിട്ട് കാണുന്നത്. വീടൊന്നും വേണമെന്നോ കാറൊന്നും വേണമെന്നല്ലേ പറയുന്നത്. ഇതൊക്കെ വലുതായിട്ട് കാണുന്നതിൻ്റെ അർത്ഥം എന്തുവാണ്? ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഗ്രഹിച്ചിട്ടില്ല. നമുക്ക് ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്താൽ നിറയാം. മോശ പറഞ്ഞ പോലെ, കർത്താവേ, എൻ്റെ വീട് ചെറുതാണെങ്കിലും, ഞാനൊരു ചെറിയ പാസ്റ്ററാണെങ്കിലും, ഞാൻ ചെറിയൊരു ടീച്ചറാണെങ്കിലും, ഞാനൊരു ചെറിയ വീട്ടിലെ കുഞ്ഞാണെങ്കിലും, ദൈവമേ നിന്റെ തേജസ്സിൽ കാണും. നിങ്ങൾ കണ്ണടയ്ക്കുക. ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചാണ്. പാപത്തെ 100% കുറയ്ക്കുകയും ക്രിസ്തുവിനെ 100% സ്നേഹിക്കുകയും ചെയ്യുന്ന 100 പേരിൽ ധരിയാന്ന് ജോൺ വെസ്ലി പറഞ്ഞു. ഞാൻ 100 ചോദിക്കുന്നില്ല, 50 പേര്. ഈ ഇരിക്കുന്നവരിൽ 50 പേര് എഴുന്നേറ്റ് സമർപ്പിക്കുമ്പോൾ, കർത്താവെ, ഞാൻ 100% പാപത്തെ വെറുക്കുന്നു, 100% കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ ഭാരതം ഈ തലമുറയിൽ ഒരു മാറ്റം ഉണ്ടായി കാണുവാൻ, എൻ്റെ ആയുസ്സിൻ്റെ നാളുകളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. 50 പേരില്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർ 12 12 പേര്. 12 കുഞ്ഞുങ്ങളോ 12 വലിയവരോ. എനിക്ക് 100% കർത്താവിനെ സ്നേഹിക്കുവാനും 100% പാപത്തെ വെറുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്നെ നീ കരങ്ങളെടുക്കണമേ എന്ന് പറയുവാൻ 12 പേരുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. 12 ആദ്യം വരുന്ന 12 പേര്, എഴുന്നേൽക്കുന്ന 12 പേര്, 12 പേര് എഴുന്നേൽക്കുകയാണെങ്കിൽ ആ 12 പേരെ ഞാൻ മുന്നോട്ട് വിളിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും 2-3 മിനിറ്റ് തീർക്കുകയും 12 പേര് എഴുന്നേൽക്കുന്ന എത്ര പേര് എഴുന്നേറ്റ പ്രിയപ്പെട്ടവർക്കായി സ്വന്തം എളുപ്പം 12 പേരും മതി. കൂടുതൽ കാര്യം പഠിക്കും. I have decided
രാജ്യത്തിന്റെ വെളിച്ചം എന്ന് പറയുന്ന സഹോദരിമാരാണ് 13 സഹോദരിമാർ 18 പേരുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചാൽ കൂടുതൽ വന്നു. ഈ മുന്നോട്ട് വന്നവർ വാസ്തവമായി കർത്താവിനെ